പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ഒരുപാട് കപ്പ നട്ടിട്ടുണ്ട്. ആ കപ്പ നട്ടിരിക്കുന്നിടത്ത് പന്നിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക്കിൻ്റെ തോരണം കെട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ അതിവിടെ പരീക്ഷിച്ച് വെച്ചേക്കുന്നുണ്ട്. കണ്ടോ, എന്തേ ഈ കാണുന്ന ചീനികളുടെ അടിയിലാണ്, കപ്പയുടെ അടിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പന്നിയുടെ ആക്രമണം ഒന്നുമില്ല. ഈ ചീനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഇത് വിജയിച്ചിരിക്കുകയാണ് കേട്ടോ. പലരും അതിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരു ദിവസം 2 ദിവസം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒക്കെ ഈ ഒരു ചീനി ഫുള്ള് നല്ല മൂടോടെ നിൽക്കുന്നത് കേട്ടോ. ഇതുവരെ പന്നിയുടെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ആ കർഷകനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്നുള്ളത് അല്ലേ. ഇത് കെട്ടുകളിപ്പോൾ ഒരുപാട് ശല്യം കുറവുണ്ട്. ഇത് കെട്ടുന്നതിന് മുമ്പിട്ടായിരുന്നുണ്ടെങ്കിൽ ദിവസം രാവിലെ രാത്രി വൈകിട്ട് ഞങ്ങൾ കയറി പോയി രാവിലെ വരുമ്പോഴത്തേക്ക് ഒരു 10-30 മൂട് 40 മൂട് ചുമ്മാ മാന്തി അടികൊണ്ട് മറിച്ചൊക്കെ തിന്നുന്നൊന്നുമില്ല. ഒരെണ്ണം അങ്ങനെ ഒന്ന് കടിച്ചു കുപ്പി കളഞ്ഞിട്ട് മൊത്തം കുത്തി മറിച്ച് കളയുക. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്വഭാവം. ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രയാണം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു കിരിയില സൗണ്ട് കേൾക്കുമ്പോൾ ഇയാൾ അടുത്ത് എന്ന് വരുന്നുണ്ട്. രാത്രി 12 വരുമ്പോൾ ഞങ്ങളിവിടെ കാവൽക്കാരെ ഇട്ടിട്ടുണ്ട്. എന്നാലും അത് വരുമ്പോഴത്തേക്ക് ഇത് ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അത് വലിയ ശല്യം ഉണ്ടാക്കാതെ അങ്ങ് പോവുക. തിരിച്ചെത്തി എലിശല്യമുണ്ട്. എലിശല്യം നമുക്കൊരു വിഷയമല്ല, അത് നമുക്ക് എരിവശം വെച്ചാൽ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു ശല്യം വലിയതായിപ്പോൾ എൻ്റെ തൊട്ട് മേലെ കണ്ടത് 5 കണ്ടത് ചീനി ഇതിനകത്ത് ഒരു 2-3 പണം മൊത്തം കുത്തി വളർത്തി പകുതി വിളവ് പോലും ആയില്ല. പശുവിനും കൊടുക്കാൻ കൊള്ളാത്തൊരവസ്ഥയായിപ്പോയി. ഇത് കെട്ടിയതുകൊണ്ട് പിന്നെ ഒരുപാട് ആച്ചുണ്ട്. പിന്നെ രാത്രി ഇവിടെ ആൾക്കാരുടെ പടക്കം പൊട്ടിപ്പോയിട്ടുണ്ട്, പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഇപ്പോൾ ഒത്തിരി ശല്യം കുറവുണ്ട്. പിന്നെ തന്നെയല്ല ഇത് വെച്ച് മടുത്ത് ചീനി ഇതിനോട് വെച്ചപ്പോൾ ഇതിൻ്റെ ചെവിട്ടിലെല്ലാം ഒരു ദിവസം വെള്ള പൂപ്പ് ഒരു രോഗമാണ് ഇത് കേട്ടോ. അങ്ങനെ ഈ കമ്പെല്ലാം ഇപ്പോൾ കൊണ്ട് ഈ കറുത്ത കമ്പെല്ലാം ഇപ്പോൾ മാറ്റി വെച്ചതാണ് ഈ കമ്പ്. പക്ഷേ ആ കമ്പ് ഒരു ചീനി നല്ല വിളവും നല്ല ചീനിയാണ്. പക്ഷേ എന്തോ ചെയ്യാൻ എല്ലാം ഒരു പരുവായപ്പോഴത്തേക്ക് അതിനകത്ത് രോഗം പടരുക. ഇതിൻ്റെ ചെവിട്ടിലേ രോഗം പടരുക. പിന്നെ മെയിനായിട്ടെന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രോഗം ഇപ്പോൾ മരുന്നൊക്കെ അടിച്ച് വരുമ്പോൾ കൃഷി ഓഫീസിൽ നിന്ന് മരുന്നൊക്കെ തന്ന് അതെല്ലാം അടിച്ച് ഒരുമാതിരി മാറിയപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത പന്നിയുടെ ശല്യം. പന്നി ഇപ്പോൾ ഒരു 10 കണ്ടത്ത് ചീനി കഴിഞ്ഞതിനകത്ത് ഇപ്പോൾ പകുതി കൂടുതൽ പന്നി നശിപ്പിച്ചിട്ടേക്കുക. പിന്നെ അങ്ങനെ ചെയ്യുന്നത് ഇന്നെ ജോലിക്കൂലിയും കൊടുത്ത് ജോലിക്കാരെ കൊടുത്ത് എങ്ങനെ ജയിപ്പിച്ച് മോനാക്കും. ഇപ്പോൾ ഇത് കെട്ടിയതിനകത്ത് ഒരുപാട് വ്യത്യാസമുണ്ട്, ശല്യം കുറവുണ്ട്.